സമ്മതിച്ചു. മൂർത്തി, കൈ കൊടുക്ക്. ടെൽ ഹിം സോറി. സോറി. ഒന്നും മനഃപൂർവ്വമല്ല. പെട്ടെന്ന് നിങ്ങളുടെ കുറ്റപ്പെടുത്തൽ കേട്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. അവിനാഷ്, എത്രയും പെട്ടെന്ന് DKക്ക് ഒരു തിരിച്ചടി കൊടുത്തേ പറ്റൂ. അത് വേണോ അവിനാഷ്? ഈ തോൽവി എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടിട്ട് എനിക്കിനി തിരിച്ചു പോകാൻ വയ്യ. പറയൂ അവിനാഷ്, എന്തെങ്കിലും ഒരു ഐഡിയ നിന്റെ കയ്യിലുണ്ടോ? എന്റെ കൂടി ചോര നീരാക്കിയ ബിസിനസ്സാ DK റെസ്റ്റോറന്റ്. അതെനിക്ക് തിരിച്ചു പിടിക്കണം. അപമാനിക്കപ്പെട്ട് തലകുനിച്ചിറങ്ങിപ്പോന്ന സ്ഥലത്തേക്ക് അന്തസ്സോടെ തല ഉയർത്തി തിരിച്ചു പോണം എനിക്ക്. DKയുടെ മനസ്സ് കുത്തി കീറിയിട്ടായാലും എനിക്കത് തിരിച്ചു വാങ്ങിയേ പറ്റൂ. കറക്റ്റ്. DKയെ നോവിക്കാൻ ചങ്കിൽ തന്നെ കുത്തണം. DKയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണോ അവർക്ക് വേണം നോവാൻ. അതിനുള്ള വണ്ടി ഇപ്പൊ അമരാവതിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടാവും. യു ജസ്റ്റ് വെയിറ്റ്. മൈ ലിറ്റിൽ കണ്ണ, ഒരു കുഴപ്പവും കൂടാതെ എന്റെ ജ്യോതിമോളെ ഇങ്ങ് തിരിച്ചു തരണേ. മൈ ലിറ്റിൽ കണ്ണ, നീ ഇത്രയ്ക്ക് ഫാസ്റ്റ് ആണോ? ദേ, അവരെത്തിന്ന് തോന്നുന്നു. താങ്ക്സ് കണ്ണ, വെരി വെരി താങ്ക്സ്. ഞാൻ എന്റെ മോളെ ഒന്ന് പോയി കാണട്ടെ. കൃഷ്ണ, ഗുരുവായൂരപ്പ. എന്താ? എന്തിനാ നിങ്ങൾ വന്നത്? DK ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ. എന്താ സർ? അതൊക്കെ പറയാം. ജ്യോതിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സർ? എന്റെ കുട്ടിക്ക് എന്തു പറ്റി? അവൾ എവിടെ സർ? നിങ്ങളുടെ മരുമകളുടെ കാര്യം അന്വേഷിക്കാനല്ല ഞങ്ങൾ വന്നത്. DK അമ്മയെ അറസ്റ്റ് ചെയ്യാനാ. വാട്ട്? അറസ്റ്റ് ചെയ്യാനോ? ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് വന്ന സ്ഥലം തെറ്റിപ്പോയെന്നാ തോന്നുന്നത്. കൊച്ചനെ അധികം മോപ്പിക്കല്ലേ. വേണ്ടി വന്ന ഇവരുടെ കൂടെ നിന്നെയും കൂടി പിടിച്ചു കെട്ടി കൊണ്ടുപോകാനും എനിക്കറിയാം. മിസ്റ്റർ ഇൻസ്പെക്ടർ, അങ്ങനെ നിങ്ങൾ അധികം ഓവർ സ്മാർട്ട് ഒന്നും ആകണ്ട. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഒരു തെറ്റും ഇതുവരെ ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. എന്തു കുറ്റം ചെയ്തിട്ടാ നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നത്? അതെ, കേരള പോലീസിൽ DKക്ക് ഒരുപാട് വലിയ വലിയ ഏമാന്മാരുമായി പല പല ഇടപാടുകളും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതൊന്നും നിങ്ങളെയും മകനെയും ഈ കേസിൽ നിന്ന് രക്ഷിക്കില്ല. കാരണം ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള കേസായത്. സിത്താര എന്ന പാവം പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു. അപമാനഭാരത്താൽ മനം നൊന്ത ആ പെൺകുട്ടി ഒരു കുറിപ്പെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇതാ പെൺകുട്ടി എഴുതിയ ആത്മഹത്യാ കുറിപ്പ്. ഇതിൽ DKയുടെ അമ്മയുടെയും പേര് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ പെൺകുട്ടി എന്ന പരാതിയിലും മൊഴിയിലും നിങ്ങൾ കാരണമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് അവൾ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? സർ, ഈ പരാതിക്ക് ഒരു അടിസ്ഥാനവും ഇല്ല.
ഡി കെയുമായുള്ള ആ കുട്ടിയുടെ വിവാഹം നടക്കാതെ പോയിട്ട് നാളുകൾ ഒരുപാടായി. അതിനുശേഷം ഡി കെയുടെ ഭാര്യയെ ആശ്രമത്തിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഈ സിത്താരയാ. അന്ന് അവിടെ നിന്ന് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് തിരിച്ചുപോയ സിതാര ഇപ്പോ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ പറ്റില്ല സർ. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കിട്ടിയ പരാതിയിൽ എനിക്ക് നടപടിയെടുത്തേ പറ്റൂ. ഡി കെയുടെ അമ്മയിപ്പോ ഞങ്ങളുടെ ഒപ്പം സ്റ്റേഷൻ വരെ ഒന്ന് വരണം. നോ, അത് പറ്റില്ല. ഡി കെ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. നാളെ ഞങ്ങൾ അമ്മയെ സ്റ്റേഷനിൽ കൊണ്ടുവരാം. എന്തായാലും അമ്മയെ ഇപ്പൊ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ ഇങ്ങനെ തടസ്സം നിന്നാ ബലം പ്രയോഗിച്ച് ഞങ്ങൾക്ക് അമ്മയെ കൊണ്ടുപോകേണ്ടി വരും. അത് വേണോ? അതെ, കാക്കിയിട്ടൊരു പോലീസുകാരൻ വെറുതെ വന്ന് ഭയപ്പെടുത്തിയ പേടിക്കുന്നവളല്ല അമരാവതിയിലെ പത്മാവതി അമ്മ. ഞാനേ ഡി കെയുടെ അമ്മയാ. ഈ പറഞ്ഞ കേസിൽ ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊട്ട് പേടിയുമില്ല. കം വി ഗോ. ഇനി എന്താ എന്നെ വിലങ്ങ് വയ്ക്കണോ? അമ്മേ, ഇത് സമ്മതിക്കരുത്. ഞങ്ങളിപ്പോ വക്കീലിനെ വിളിക്കാം. വക്കീൽ വന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണോന്ന്. ഒന്നും വേണ്ട. ഇയാൾ എന്നെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ഡി കെ വിളിച്ച് വിവരം പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും. ഞങ്ങൾ അമ്മയും മകനെയും മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിക്കുകയാണെന്നൊന്നും വിചാരിച്ചേക്കല്ലേ ഞങ്ങളുടെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരിക. ഈ കാര്യം അറിയുമ്പോ ഡി കെ അങ്ങേത്തൊന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ പിന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കുകയും ചെയ്യാം. അപ്പൊ പിന്നെ അമ്മയൊന്ന് ജീപ്പിലോട്ട് കയറ്റിയാട്ടെ. ഓക്കെ സർ, വരൂ. വിടന്നെ. അമ്മേ, നമുക്ക് നമ്മുടെ വണ്ടി പോവാം. സർ, ഞങ്ങൾ അമ്മയെ കൊണ്ടുവരാം. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അഹങ്കരിക്കുന്ന എന്റെ മുന്നിൽ കൈകൂപ്പി യാചിക്കരുത്. മനസ്സിലായോ? ഗോ, ഐ കം. ഡി കെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഹലോ, എന്താ ശ്രീ? ഞങ്ങളിതാ ഉടനെ എത്തും. വാട്ട്? എന്നിട്ട് ആത്മഹത്യക്കുറിപ്പിൽ അമ്മയുടെ ഡി കെയുടെ പേര് ആ കുട്ടി എഴുതി വെച്ചിരിക്കുന്നത്. എത്രയും വേഗം അമ്മയെ രക്ഷിക്കണം. ഹലോ, ഞാൻ ഡി കെ. ഡി കെ സാറായിരുന്നോ? എന്താ സാറേ വിശേഷം? തന്നോട് വിശേഷം പറയാൻ വിളിച്ചതല്ല ഞാൻ. എന്റെ അമ്മയുടെ. അമ്മയോ? അതിന് സാറിന്റെ അമ്മ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അല്ല, അമ്മ ഇങ്ങോട്ട് വന്നെന്ന് സാറിനോട് ആരാ പറഞ്ഞത്? എടോ, എന്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിന്റെയൊക്കെ സുഖവിവരം തിരക്കാൻ വന്നതല്ല. തന്റെ ആ ചൊറിയൻ സിയയില്ലേ, അമരാവതി വന്ന് എന്റെ അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാ. ഇല്ല സർ, അങ്ങനെ ഒരു അറിവും ഞങ്ങൾക്ക് ആർക്കുമില്ല. അല്ലെങ്കിൽ തന്നെ ഡി കെ സാറിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ ആർക്കാ ധൈര്യം? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. പിന്നെ എന്ത് ധൈര്യത്തിലാ ആ സിയെ എന്റെ അമ്മയെ കൊണ്ടുപോയത്?
അവൻ അറിയില്ല ഞാൻ ആരാണെന്ന്. സാറേ, അദ്ദേഹം പുതിയ ആളാ. എടുത്തു ചാടി ഓരോന്നും ചെയ്യും. എന്നിട്ട് പിന്നെ അതിന്ന് തലവരാൻ കൈയും കാലും പിടിക്കും. ദേ, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒറ്റ എണ്ണത്തിനെ വെറുതെ വിടില്ല ഞാൻ. സാർ, എന്തായാലും സാറിന്റെ അമ്മയെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് അന്വേഷിച്ചിട്ട് ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാം. സാറ് ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ല്. സാറിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ശരി സാർ, ശരി. അമ്മ ആ സിയെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോയത്? ഹലോ സാർ. എപ്പോ? ഷിറ്റ്. അമ്മേ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങൾ DK വിളിച്ചു. ഒരുപാട് വിളിച്ചിട്ടാ കിട്ടിയത്. എന്താ അമ്മ ഉണ്ടായത്? തൽക്കാലം കേസൊക്കെ ഞാൻ ഇടപെട്ട് ഒതുക്കിയിട്ടുണ്ട്. അമ്മയുടെ പേരിൽ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ DKയുടെ പേരിൽ കേസുണ്ടാവും. ആ CA ഒരു പുതിയ ആളാ. കുറച്ച് പ്രയാസപ്പെട്ടിട്ടാ അമ്മയെ കേസിന് ഒഴിവാക്കാമെന്ന് അയാൾ സമ്മതിച്ചത് തന്നെ. സിത്താര DIGക്കാ കേസ് കൊടുത്തിരിക്കുന്നത്. ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാ കുട്ടി. ഞാൻ താരയോട് സംസാരിച്ച് സിതാര ഒന്ന് നേരിട്ട് പോയി കണ്ടാലോ? സംഭവിച്ചൊന്നും മനഃപൂർവ്വമല്ലെന്ന് ആ കുട്ടിക്ക് അറിയാലോ. പിന്നെന്താ പ്രശ്നം? മൈ ലിറ്റിൽ കണ്ണ, എന്തൊക്കെ ഈ നടക്കുന്നത്? എന്റെ മോൻ കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണ. ഇന്നോളം ഈ ഫാമിലിയിൽ ഇങ്ങനൊരു മാറ്റർ ഉണ്ടായിട്ടില്ല. മൈ സൺ, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മേ, അമരാവതിയിൽ അമ്മയെ പോലീസ് കൊണ്ടുപോയെന്ന് നാട്ടുകാരോ പത്രക്കാരോ അറിയുന്നത് വലിയ നാണക്കേട് തന്നെ. അതുകൊണ്ടാ പാതി വഴിയെന്ന് ഞാൻ അമ്മയെ തിരികെ കൊണ്ടുവന്നത്. ആ സമയത്ത് എനിക്കവിടെ എത്താൻ പറ്റിയത് അമ്മ ദിവസവും പ്രാർത്ഥിക്കുന്ന ഈ കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതെ, ഈ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ നിന്നെ അയച്ചത് കണ്ണൻ തന്നെയാ. ആശ്രമത്തിൽ വെച്ച് ജ്യോതിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ജ്യോതിയ നിർബന്ധിച്ച് സിത്താരയെ അന്ന് രക്ഷപ്പെടുത്തിയത്. അതൊക്കെ ആ കുട്ടി മറന്നുപോയല്ലോ മോനെ. അമ്മേ, നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാ ആ കുട്ടിയുടെ സങ്കടം നമുക്ക് മനസ്സിലാവാതെ പോയത്. അമ്മയൊന്ന് ഓർത്തു നോക്കിയേ. വിവാഹ മണ്ഡപത്തിൽ വെച്ച് അവളുടെ കല്യാണം മുടങ്ങി. DK ജ്യോതിയെ വിവാഹം കഴിച്ചു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നില് അവൾ എത്രമാത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും അപമാനവും ഒക്കെ ആയപ്പോ ഇനി ജീവിക്കണ്ടെന്ന് കുട്ടി കരുതി കാണും. അതുകൊണ്ടാ DKയുടെയും അമ്മയുടെയും പേരെഴുതി വെച്ചിട്ട് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. മോനെ, ഇനിയും പോലീസ് വരുവോടാ? അമ്മേ, ആകെ മനോനില തെറ്റിയൊരവസ്ഥയില്ല ആ കുട്ടി. എന്തായാലും DK വരട്ടെ, നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. തൽക്കാലം അമ്മ പോയി വിശ്രമിച്ചാട്ടെ.
ഭഗവാനെ കാത്തു രക്ഷിക്കണേ. അമ്മയ്ക്ക് നല്ല സങ്കടമാണ്. അവിനാഷ്, എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഡി കെ രക്ഷിച്ചേ പറ്റൂ. സിത്താരയോട് ഞങ്ങൾ പോയി കാല് പിടിക്കാം. അങ്ങനെ നീയൊന്നും പോയി കാലു പിടിച്ച പോലടാ മക്കളെ. സാക്ഷാൽ ഡി കെ തന്നെ അവളുടെ കാലു പിടിക്കണം. അവനെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. ഞാൻ തുറന്നുവിട്ട ഈ ഭൂതം നിന്റെയൊക്കെ കുടുംബം മൊത്തത്തിൽ വിഴുങ്ങോടാ. ആ ജ്യോതി ഒരാൾ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഡി കെ, ഇങ്ങതാ ഞാൻ സംസാരിക്കാം. ഹലോ ഡി കെ. അത് ചെയ്യണ്ട, ഇത് ഞാനാ, അവിനാഷ്. എന്താ എന്റെ അമ്മയ്ക്ക് പറ്റിയത്? നിന്റെ പോലീസ് എന്റെ അമ്മയെ എങ്ങോട്ടാ കൊണ്ടുപോയത്? ഓർത്തോ, എന്റെ അമ്മയാ ആ സർക്കിൾ ഇൻസ്പെക്ടർ ജീപ്പ് കയറ്റി കൊണ്ടുപോയത്. വിടില്ല ഞാൻ അവനെ. ഓ, എന്തൊരു മാതൃസ്നേഹം. നിങ്ങൾ കാരണം അമരാവതിയിൽ അമ്മ ഇപ്പൊ പൂജപ്പുര ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ. നാളത്തെ പത്രങ്ങളിലും ചാനലിലും എരിവും പുളിയും ചേർത്ത് വാർത്തയും വന്നേനെ. പക്ഷേ എന്റെ ബന്ധുവായി പോയില്ലേ. തൽക്കാലം നിന്റെ അമ്മയെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അമ്മയെ ഞാൻ അമരാവതിയിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇനി നീ വേറെ എവിടെ അന്വേഷിച്ച് നിൽക്കാതെ നേരെ ഇങ്ങ് പോരെ. നിന്റെ വണ്ടിയിൽ ജ്യോതി ഉണ്ടെന്ന് എനിക്കറിയാം. അവളെയും കൂട്ടി നീ ഇങ്ങ് പോരെ. പിന്നെ ഇത് ഞാൻ നിനക്കായിരുന്നൊരു ഗിഫ്റ്റാ, ദീപാവലി ഗിഫ്റ്റ്. ഹലോ, പറഞ്ഞോട്ടെ സാർ. ജയരാജേ, തന്നോടൊരു താങ്ക്സ് പറയാനാണ് ഞാൻ വിളിച്ചത്. നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി. താനൊരു കാര്യം എന്നെ ഏൽപ്പിച്ചു, ഞാനത് നല്ല വെടിപ്പായിട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. എന്തായാലും അമരാവതി ആകെ ഒന്ന് കുലുങ്ങിയിട്ടുണ്ട്. ഭാര്യ ആരോ തട്ടിക്കൊണ്ടുപോയതിനിടയില് ഇതും കൂടായപ്പോ അവനൊന്ന് ഇളകിയിട്ടുണ്ട്. അല്പം മുമ്പ് അയാൾ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു. നിയന്ത്രണം വിട്ടമട്ടിൽ ഡി കെയുടെ കുറെ ചീത്തയും പറഞ്ഞു. എന്തായാലും ഡി കെയുടെ മനസ്സിൽ തീ പിടിച്ചു കഴിഞ്ഞു. എക്സാക്ട്ലി. അവനെത്തി. ഇനി ഞാൻ വെറും കാഴ്ചക്കാരൻ മാത്രമാണ്. എനിവേ, താങ്ക്സ് ജയരാജ്. ഓക്കെ സാർ. ഇനിയാണ് കളി. സ്വന്തം അമ്മയെ പോലീസ് കൊണ്ടുപോയതിന്റെ അപമാനം അവന് സഹിക്കാൻ കഴിയില്ല. അതിൽ അവൻ കിടന്നങ്ങനെ വെന്തുരുകുന്നത് എനിക്ക് കാണണം.
ബേട്ടി